ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് നമുക്ക് ഇതുപോലൊരു ടോപ്പ്, അതായത് 42 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ടോപ്പ് എങ്ങനെ ഈസിയായി കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ മെറ്റീരിയലാണ്. ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. 41 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ലെങ്ത്തിനോട് കൂടി 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് ലെങ്ത്ത് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ വീതി എത്രയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ, ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഇങ്ങോട്ട് വരേണ്ടത്. 4ആയിട്ട് മടക്കിയിരിക്കുന്നു. ഓപ്പൺ സൈഡ് അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ ഇടേണ്ടത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഭാഗത്തായിട്ട് 7.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം 42 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. ആംഹോളും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. ഈ ആംഹോൾ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് തന്നെയാണ് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഞാനിവിടെ 11 ഇഞ്ചാണ്, അതായത് ചെസ്റ്റ് ബൈ 4 എന്ന് പറയുമ്പോൾ 10.5 ഇഞ്ച് കിട്ടും. 1/2 ഇഞ്ച് ലൂസ്, അങ്ങനെ 11 ഇഞ്ചാണ് ഇവിടെ ഇതായിട്ട് ചെസ്റ്റ് ബൈ 4 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പാണ് ബാക്കി എടുത്തിരിക്കുന്നത്. ഇനി വേസ്റ്റ് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ അത് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറവാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് വിഡ്ത്തും മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പ് കൂട്ടി ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. നമുക്ക് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമ്മുടെ ഇഷ്ടത്തിന് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. സ്ലിറ്റ് ലെങ്ത്ത് നമ്മുടെ അളവുകൾ നമ്മൾ എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 21 ഇഞ്ചാണ് എടുക്കുന്നത്. 21, 22 അങ്ങനെ എടുക്കാം. പിന്നെ 20 എടുക്കുന്നവരുമുണ്ട്. ഹൈറ്റ് അനുസരിച്ചാണ്. ഓക്കെ, നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം എത്രയാണോ മാർക്ക് ചെയ്ത് അത് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിന് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ വരച്ച പോലെ തന്നെ ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് കളർ കൂട്ടി ഞാനിവിടെ വരച്ചത്. ഓക്കെ, ഇവിടെയാണ് സ്ലിറ്റ് നമ്മൾ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയർ മാർക്ക് ചെയ്യാനായിട്ട് ഈ ചെസ്റ്റ് എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെയായിരിക്കും. പിന്നെ കൂടുതൽ ചിലത് വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസത്തിനനുസരിച്ചുള്ളത് നമ്മൾ അളവെടുത്തിട്ട് തന്നെ ചെയ്യണം. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യാം. ഇവിടെ മാത്രം 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. കാരണം സ്ലിറ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1.5 ഇഞ്ചാണ് ബാക്ക് ആംഹോളിന് വേണ്ടി മാർക്ക് ചെയ്തത്. ശരിക്കും ഇതിൻ്റെ മിഡിൽ പോയിൻ്റാണ് കാണേണ്ടത്. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെയൊന്ന് മടക്കിയാലും ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കാണാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, 7.5 ഇഞ്ചിൻ്റെ മിഡിൽ നമ്മളിവിടെ ഇവിടെ നിന്നാണ് നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കേണ്ടത്. ഇത് ബാക്ക് ആം ഹോളാണ്. ഈ തുണി ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ വരച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഇത് വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ട്. ഇത് ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാം. അതിനായിട്ട് 1/2 ഇഞ്ചാണ് ഞാൻ ഈ കോർണറിൽ വെച്ച് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മളിവിടെ ഈ മിഡിൽ പോയിൻ്റ് കണ്ടായിരുന്നല്ലോ ആം ഹോളിൻ്റെ, അവിടെ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതേ രീതിയിലൊന്ന് വരച്ച് ഈ ഭാഗത്തേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതാണ് ഫ്രണ്ട് ആം ഹോൾ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിനായിട്ട് ഞാനിവിടെ 3.25 ഇഞ്ച് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇവിടെ ഞാൻ 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, എത്രയാണോ നമ്മുടെ ഇഷ്ടാനുസരണമാണ് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം കൊടുക്കുന്നത്. വീനെക്ക് ആയതുകൊണ്ട് ഞാനിവിടെ 7 ഇഞ്ച് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ 6 ഇഞ്ചായിരുന്നു കൊടുക്കുന്നത്. ഫ്രണ്ട് മാത്രം വീനെക്ക്, ബാക്ക് യൂനെക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കുക. വരച്ചിട്ട് ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. നല്ല വി പോലെ ആയി പോകാതെ ഇതേ രീതിയിലൊന്ന്
ഒന്ന് വളച്ച് വരച്ച് കൊടുത്താൽ നമുക്കൊരു നല്ല വീനെക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഫോട്ടോയിൽ കണ്ടല്ലോ അതേ രീതിയിലുള്ള വീനെക്ക് കിട്ടും. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്കിങ്ങനെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാനായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ വരച്ചിട്ടില്ല. ബാക്ക് നെക്ക് നമുക്ക് 4 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് 3 ഇഞ്ച് 5 ഇഞ്ച് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഇത് കൊടുക്കാം. 4 തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു നോർമൽ നെക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് വരച്ചെടുത്തിട്ട് ഇതിനൊരു ഷേപ്പ് കൊടുക്കാം. ബാക്കിൽ യു നെക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ കട്ട് ചെയ്തിട്ട് ബാക്കി നെക്ക് രണ്ടും വേറെ വേറെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ബാക്ക് ആം ഹോളിൻ്റേതായ ഇങ്ങനെ കട്ട് ചെയ്തു. ഷോൾഡറിൻ്റെ സ്ലോപ്പും നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു പീസ് മാറ്റി വെച്ച് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു മാർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലൊരു മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്യാം. ഇതേ രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അതൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ഇനി ഇതേ രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനാണ്. വൈഡ് വേണോ അല്ലാതെ ഇങ്ങനെ കയറിയിരിക്കുന്ന നെക്ക് വേണോ, നല്ല വൈഡായിട്ടുള്ള നെക്ക് വേണോ, എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ആ താഴെ വരച്ച് ഭാഗമാണ് കേട്ടോ കൊടുത്തത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഞാനത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രണ്ട് നെക്ക് വി നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആം ഹോൾ നമുക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വെച്ചിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് നമ്മൾ മാറ്റി വെച്ചത് സൂക്ഷിച്ച് വെക്കണം, കാരണം അത് കട്ടായി പോകരുത്. ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതേ പീസ് നല്ല മെറ്റീരിയൽ എങ്ങനെയാണ് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ലൈനിങ് ആയിരുന്നു നമ്മൾ കട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്യാം. കാരണം ഇത് വർക്കുള്ള മെറ്റീരിയലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ വൃത്തികേടാവും. അതുകൊണ്ട് നമുക്ക് പിൻ ചെയ്യാം. ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് പിൻ ചെയ്തെടുക്കാം. ഈ ഭാഗത്തും അതിൻ്റെ വർക്കിൻ്റെ ഈ ഭാഗത്തും താഴത്തെ ഭാഗത്തും ഇങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട്, ഇത് ഫ്രണ്ട് പോർഷനാണ്. ബാക്ക് പോർഷൻ വെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി പിൻ ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനിലെ ആ ലൈനിങ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേ രീതിയിൽ നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. ഇത് കണ്ടോ, ഇവിടെ എല്ലാം കറക്റ്റായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ശരിയായിട്ട് കിട്ടില്ല, നമുക്ക് തയ്ക്കാൻ നേരത്തെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ രണ്ട് ഭാഗമാണ് കറക്റ്റ് നോക്കേണ്ടത്. നെക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇതേ രീതിയിൽ ഞാനിവിടെ വെട്ടിയെടുത്ത് ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഈ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന പിടിച്ചാൽ കിട്ടാത്തൊരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ലൈനിങ്ങും മെറ്റീരിയലോട് കൂടി ഇതേ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് നമുക്ക് നെക്ക് അടിച്ച് കഴിഞ്ഞിട്ട് അത് ഇളക്കി മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ നെക്ക് അടിക്കാനായിട്ട് ഞാനൊരു പീസ് തുണി ഇവിടെ എടുത്തിരിക്കുകയാണ്. നല്ല മെറ്റീരിയലിൻ്റെ കൂടെ ഇത് കണ്ടോ, ഇത് ലൈനിങ് പാർട്ടാണ്. അപ്പോൾ നല്ല മെറ്റീരിയലിൻ്റെ ഭാഗത്താണ് ഇതുപോലൊരു പീസ് തുണിയെടുത്ത് ഇങ്ങനെ വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഈ നെക്ക് വെട്ടിയതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയ ഒരു പീസാണ് എടുക്കേണ്ടത്. ഇതേ രീതിയിൽ നമുക്കൊന്ന് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം വിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇതേ രീതിയിൽ നമുക്കൊന്ന് വളച്ച്
സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വെച്ചേക്കുന്ന തുണിയുണ്ടല്ലോ അതിലേക്ക് കയറാതെ ഇപ്പോൾ വെച്ച മെറ്റീരിയൽ ഈ ഭാഗത്ത് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ആ ത്രെഡ് കട്ട് ചെയ്ത് പോകാതെ തന്നെ ചെറിയ ചെറിയ നോച്ച് കൊടുക്കാം. ഇവിടെ ആ ത്രെഡിൻ്റെ അടുത്ത് വരെ വരണം, പക്ഷേ ത്രെഡ് കട്ട് ചെയ്ത് പോകരുത്. സൂക്ഷിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസ് ഇങ്ങോട്ട് മറിച്ചിടണം. ലൈനിങ് ഭാഗത്തേക്കാണ് ഇങ്ങനെ മറിച്ചിടേണ്ടത്. ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് നല്ല ഭാഗത്ത് വെച്ച് ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ സൈഡ് ചേർന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ ബാക്കി വരുന്ന ഭാഗമില്ലേ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കാനുള്ളതാണ്. ഇതേ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എത്രയും സൈഡിലേക്ക് പോരാമോ ആ സൈഡിലാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ സൂക്ഷിച്ച് ചെയ്യുക. കാരണം ഈ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട്. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീരുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റിച്ചിങ് ആണ്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ബാലൻസ് കിടക്കുന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ച് ആ നൂലൊന്ന് ഇളക്കി മാറ്റാം. കാരണം ഷോൾഡർ ഭാഗത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഈ നൂല് കൂടി നമുക്ക് ഒന്ന് ഇളക്കി മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി മാറ്റാം. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ നല്ല പീസ് മാറ്റി ലൈനിങ്ങിലേക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്നും കൂടി മടക്കണം. ഇത് കണ്ടോ, നല്ല പീസ് ഇതേ രീതിയിലൊന്ന് മാറ്റിയിട്ട് ലൈനിങ്ങിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങിലേക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല പാർട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഓക്കെ, ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാം. ബാക്കി ഈ വേസ്റ്റായിട്ട് വന്നിരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനും അടിച്ചെടുക്കാം. ഇത് കണ്ടോ, വീനക്കും ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിക്കുന്നതിനായിട്ട് നല്ല ഭാഗം തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം. നമ്മൾ യോജിപ്പിച്ച് വെക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന ഭാഗം ഇതേ രീതിയിലാണ് നമ്മളിവിടെ വെക്കേണ്ടത്. ഇത് രണ്ട് കറക്റ്റ് വരണം. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗമെല്ലാം ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് നല്ല ഭാഗം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവിടെയാണ് ഇങ്ങനെ നല്ല ഭാഗമാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം ഈ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലൈനിങ് മെറ്റീരിയൽ ഒന്ന് മടക്കി അടിക്കുന്നത് നല്ലതായിരിക്കും. എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്ലീവ് ഇവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തില്ല. നമ്മൾ കട്ട് ചെയ്തിട്ട് വരാം. ഇതുപോലൊരു മെറ്റീരിയൽ എടുത്തിട്ട് 4ആയിട്ട് മടക്കി ഇട്ടിരിക്കുന്നതാണിത്. ചുരിദാറിന് ഇട്ട പോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ ഭാഗത്തേക്ക് വരേണ്ടത്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക്
ചുരിദാറിൻ്റെ ആംഹോളിൻ്റെ അളവെടുക്കാം കേട്ടോ. നമുക്ക് ലെങ്ത് ആണെങ്കിൽ നമ്മുടെ അളവ് എത്രയാണോ അതിൻ്റെ അളവെടുക്കാം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണമെന്ന് മാത്രം. എത്രയാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് അതിനോട് കൂടി 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ 2 സ്ഥലത്ത് വരച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു 3 ഇഞ്ചാണ്, അല്ലെങ്കിൽ 3.5 ഇഞ്ച് 3.5 ഇഞ്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 3.5 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എളുപ്പ വഴിയിൽ സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ 3.5 ഇഞ്ച് തന്നെ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വളച്ച് വരച്ചെടുക്കാം. ഓക്കെ, ഈ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇനി കൈവണ്ണം നമ്മൾ എവിടെ വരെയാണോ ലെങ്ത് എടുത്തത് അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ ഇതേ രീതിയിലൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചുളികളെല്ലാം മാറ്റിയിട്ടാണ്. സൂക്ഷിച്ച് കട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത്. പിന്നെ ഇത് ലൈനിങ് ഇല്ലാത്ത ഒരു സ്ലീവാണ്. ലൈനിങ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതുപോലെ ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ട്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേ രീതിയിലൊന്ന് 2ആയിട്ട് മടക്കി ആദ്യം ഒന്ന് ഈ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. ഒന്ന് മടക്കി ഒന്നും കൂടി മടക്കിയിട്ട്, അതായത് 2 മടക്ക് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗം ഇങ്ങനെയൊന്ന്, ഇതിൻ്റെ മിഡിൽ പോയിൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭാഗമാണ് ഇങ്ങനെ പിടിക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭാഗത്ത് ഈ രീതിയിൽ ഷോൾഡർ തയ്ച്ച ആ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇങ്ങോട്ടും ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഒരു 1/2 ഇഞ്ച് വിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഇങ്ങോട്ട് എത്തിച്ച് ഇനി നമുക്ക് തിരിച്ച് വെച്ചിട്ട് ഈ ഭാഗം കൂടി ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈനിങ് ഇല്ലാത്ത പീസ് ആയതുകൊണ്ട് നമുക്കിത് കണ്ടോ, ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം ആ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടോ, ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് ഇതിന് ഭംഗി വരുള്ളൂ. ഇങ്ങനെ ഒന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ പുറമേന്ന് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ സ്ലീവും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ മടക്കിയിട്ടിട്ട് ഇനി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതുണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലാണ് ഈ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗം വരെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അത് കഴിഞ്ഞിട്ട് സ്ലിറ്റ് അടിക്കാനുണ്ട്. സ്ലിറ്റ് അടിക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് പോയി കണ്ട് എളുപ്പ വഴിയിൽ എങ്ങനെ സ്ലിറ്റ് അടിക്കാം എന്നുള്ളതാണ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കാൻ എളുപ്പമാകും. ഇതാണ് നമ്മൾ തയ്ച്ച ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.